പലതരം പച്ചക്കറികളും കട്ടിത്തൈരും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഒരു സദ്യ വിഭവമാണ് അവിയൽ. വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ, പ്രോട്ടീൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് അവിയൽ. മിക്ക പച്ചക്കറികളും അവിയലിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികൾ ബീൻസ്, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, കൊത്തവര, പയർ, ക്യാരറ്റ്, കോവയ്ക്ക, കുമ്പളങ്ങ, വെള്ളരിക്ക, കായ, ചേന, മുരിങ്ങക്കായ എന്നിവയാണ്. അവിയലിന് നീളത്തിലാണ് അരിയേണ്ടത്. കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് 1/2 കപ്പ് വെള്ളമൊഴിച്ച് അരിഞ്ഞു വെച്ച പച്ചക്കറികളിട്ട് 1 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് സിമ്മിൽ 10 മിനിറ്റ് വയ്ക്കുക. പച്ചക്കറികളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് കഷ്ണങ്ങൾ വേവിക്കേണ്ടത്. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. ഇനി അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് മിക്സി ജാറിൽ 2 കപ്പ് തേങ്ങയും 1/2 സ്പൂൺ ജീരകവും 2 പച്ചമുളക് 2ആയി മുറിച്ചതും ചേർത്ത് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. തേങ്ങ കൂടുതൽ അരയരുത്, ചതച്ച പാകമാണ് അരപ്പിന് വേണ്ടത്. വെന്ത കായ്കറിയിലേക്ക് അരപ്പിട്ട് ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം അധികം പുളിയില്ലാത്ത 1 കപ്പ് കട്ടത്തൈര് ചേർത്തിളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കാതെ മൂടി 10 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം വിളമ്പാവുന്നതാണ്. ചിലർ തൈരിനു പകരം പുളിയോ തക്കാളിയോ മാങ്ങയോ ഉപയോഗിക്കുന്നു. കേരളീയ സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അതീവ രുചികരമായ അവിയൽ. ഈ ഹെൽത്തി റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.